അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ പോകും. പഴയ കാലത്തൊക്കെ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ ശേഷമാണ് ചായ കാപ്പിയൊക്കെ കുടിക്കുകയുള്ളൂ, എന്ത് കഴിക്കാറും. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് പ്രധാനം അരയാലുള്ള ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആലിൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു കാറ്റാണ്, നല്ല സുഖമാണത്. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ആ അരയാലിൻ്റെ കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണ്. അപ്പോൾ പാർവതി ദേവിയെ മഹാദേവനെ പ്രാർത്ഥിച്ച ശേഷം പകുതി പ്രദക്ഷിണം വയ്ക്കണം, മുഴുവൻ പ്രദക്ഷിണം വയ്ക്കാൻ പാടില്ല. അത് ഓവുണ്ടാവും. എല്ലാ ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും നിർബന്ധമായിട്ടും ഓവ് ഉണ്ടാവും. ആ ഓവ് മുറിച്ച് കടക്കാൻ പാടില്ല, ഗംഗയുണ്ടെന്നാണ് സങ്കല്പം. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ച് തൊഴുത് നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ മഹാദേവനെ പ്രാർത്ഥിക്കുക, ഇരുന്ന് ജപിക്കുക. ഇതൊക്കെ ചെയ്ത ശേഷം നമ്മൾ പുറത്ത് നിന്ന് സാധാരണമാതിരി തീർത്ഥമൊക്കെ സേവിക്കാവുന്നതാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും മത്സരിച്ച് അസുരന്മാർക്കുടെ ശക്തി ദേവന്മാരുടെ ശക്തി കൊണ്ട് തുല്യമായ ശക്തി കൊണ്ടാണ് പാലാഴി മന്ത്രം ചെയ്തത്. ആ പാലാഴി മന്ത്രത്തിൽ നിന്ന് വന്നതാണ് കല്ലുപ്പ്. അതുകൊണ്ട് കല്ലുപ്പിന് ദൈവീകമായി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ജ്യേഷ്ഠ ഭഗവതി വന്നു. അത് നെഗറ്റീവ്, അതായത് വൃത്തി ശുദ്ധികളില്ലാത്ത സ്ഥലത്താണ് ജ്യേഷ്ഠ ഇരിക്കുക. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ വൃത്തി ശുദ്ധികളുള്ളൂ. മഹാലക്ഷ്മി അസ്ഥിരയാണ്. അപ്പോൾ മഹാലക്ഷ്മിയെ പിടിച്ചു നിർത്താൻ വേണ്ടി വീടെപ്പോഴും ഐശ്വര്യ വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. നമസ്കാരം. ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോകണം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ പോകും. പഴയ കാലത്തൊക്കെ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ ശേഷമാണ് ചായ കാപ്പിയൊക്കെ കുടിക്കുകയുള്ളൂ, എന്ത് കഴിക്കാറും. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് പ്രധാനം അരയാലുള്ള ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആലിൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു കാറ്റാണ്, നല്ല സുഖമാണത്. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ആ അരയാലിൻ്റെ കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണ്. ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ കണ്ട് ഭഗവാനെ സ്തുതിക്കണം. നമ്മുടെ പരാതിപ്പെട്ടി കൊണ്ട് പോകരുത്, പോലീസ് സ്റ്റേഷനൊന്നുമല്ല. നമ്മൾ അവിടെ ചെന്നിട്ട് ഭഗവാനെ സ്തുതിക്കണം. ഏത് ദേവതയാണോ അവിടെ ഇരിക്കുന്നത് ആ ദേവനെ നമ്മൾ സ്തുതിക്കുക. ഇപ്പോൾ കൃഷ്ണനാണെങ്കിൽ ഓം നമോ നാരായണായ അത് ചൊല്ലുക. ഭഗവാനെ നോക്കി നമ്മൾ കഴിക്കാം. ഭഗവാന്റെ അപാത ചൂടം നമ്മൾ ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കാൻ വർണ്ണിക്കുക. ഇപ്പം നമ്മളെ തന്നെ ഒരാൾ വർണ്ണിക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞ മാതിരി ഭഗവാനെ വർണ്ണിച്ച് തൊഴുക. കൃഷ്ണൻ ഓരോ ക്ഷേത്രങ്ങളിലും പ്രദക്ഷിണത്തെ പറ്റി പ്രാധാന്യമുണ്ട്. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രതിഷ്ഠ എന്നൊക്കെ പറയുമ്പോൾ അത് തന്ത്രിയുടെ ഉപാസന കൊണ്ടാണ് അതിന് ശക്തി വന്നിരിക്കുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് പോയി നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ തൊഴാൻ പോവുകയാണെന്ന് വയ്ക്കാം. ഭഗവാനെ വെറും കൈയും കൊണ്ട് പോകരുത്. ഒന്നുകിൽ ഫലം പുഷ്പം എന്തെങ്കിലും കൊണ്ടുപോകണം, ഒന്നുകിൽ പുഷ്പം കൊണ്ടുപോകാം, അല്ലെങ്കിൽ പഴങ്ങൾ കൊണ്ടുപോകാം. ഒന്നുമില്ലെങ്കിൽ ഒരു നാണയമെങ്കിലും ഭഗവാനെ സമർപ്പിക്കണം. വെറും കൈ കൊണ്ട് പോയി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കരുത്. മുടി അഴിച്ചിട്ട് പോകരുത്. മുടി എപ്പോഴും കെട്ടിയേ പോകാവൂ. കാരണം മുടി എന്നോട് വീഴരുത്. മുടിയിലുള്ള വെള്ളം തല വീഴുക, അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. മുടി അഴിച്ചിട്ട് പോകാതിരിക്കാം. അതുപോലെ ഓരോ ക്ഷേത്രങ്ങളും ഓരോ ആചാരങ്ങളുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറാം, ചില ക്ഷേത്രങ്ങളിൽ ഷർട്ടും മല്ലിനും ഇട്ടുകൂടാം. അപ്പോൾ ആ ആചാരങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അതിന് മുമ്പിൽ തന്നെ മഞ്ചാടിക്കുരു വെച്ചിട്ടുണ്ടാവും. ഒരു വിളക്കുണ്ടാവും. ആ വിളക്കിൽ എണ്ണ ഒഴിച്ച് മഞ്ചാടിക്കുരുന്ന് വാരുക. എന്നിട്ട് ഭഗവാനെ തൊഴുക. 4 പ്രദക്ഷിണം, ഇരട്ട പ്രദക്ഷിണമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നല്ലത്. അപ്പോൾ പ്രദക്ഷിണം വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ വേറെ ഒരു ചിന്തയും പാടില്ല. ഓം നമോ നാരായണായ, അല്ലെങ്കിൽ നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് അത് ചൊല്ലാം. അല്ലെങ്കിൽ ഒന്നും അറിയാൻ വേണ്ടി കൃഷ്ണ എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്ന് വെച്ച് പ്രദക്ഷിണം വയ്ക്കാം. ഭഗവാൻ ഇഷ്ടമുള്ളത് നമുക്ക് വഴിപാടുകൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. വഴിപാടുകളേക്കാൾ പ്രാധാന്യം ഭഗവാന് മനഃശുദ്ധിയും ശരീരശുദ്ധിയോടും കൂടി പോവുക. എപ്പോഴും ക്ഷേത്രത്തിൽ പോകുമ്പോൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വേണം പോകാനായിട്ട്. കാരണം വൃത്തിയായിട്ടും ശുദ്ധമായ മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ വേറെ ചിന്തകൾ പാടില്ല. കൂട്ടുകാരെ കാണും, പരിചയക്കാരെ കാണും, സംസാരിക്കാതിരിക്കുക. ഒറ്റ നാമം മാത്രം, ഭഗവാന്റെ നാമം മാത്രമേ നമ്മൾ സംസാരിക്കാവൂ. അത് കഴിഞ്ഞ് പ്രദക്ഷിണം വച്ച് തൊഴുതൊക്കെ കഴിഞ്ഞ് തീർത്ഥം പ്രസാദവും മേടിച്ച്, ശരിക്കും പറയുകയാണെങ്കിൽ തീർത്ഥാകത്ത് വെച്ച് കുടിക്കരുതെന്നാണ് പറയണത്, നിർമാല്യമാവും. പുറത്ത് വന്നിട്ടാണ് കഴിക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ഒരുവിധം ക്ഷേത്രങ്ങളിലൊക്കെ പുറത്താണ് തീർത്ഥവും പ്രസാദവും ഉണ്ടാവുക. ചില ക്ഷേത്രങ്ങൾ അകത്ത് കിട്ടും. അപ്പോൾ അത് നമ്മൾ കയ്യിൽ നിന്നെടുത്ത് നമ്മൾ തുണി വായിലൊഴിച്ച് തലയിൽ തൂക്കാം. ഒരിക്കലും നമ്മൾ ചുണ്ടത്ത് മുട്ടിക്കാൻ പാടില്ല. പ്രസാദമായാലും തൊടുക. അതുപോലെ കഴിക്കാൻ പ്രസാദം പുറത്ത് പോയി കഴിക്കണം, അകത്ത് വെച്ച് കഴിക്കരുത്, അവരെ എച്ചിലാക്കരുത്. അപ്പോൾ ഇങ്ങനെ മണ്ഡപങ്ങളുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ മണ്ഡപത്തിന് ചുറ്റി വേണം പ്രദർശനം വയ്ക്കാൻ. മണ്ഡപത്തിൽ ദേവന്മാരുടെ സങ്കല്പമുണ്ട്.
മണ്ഡപത്തിൽ ചുറ്റിയാണ് ഭഗവാന് മണ്ഡപത്തിനും ഭഗവാനും ഇടയ്ക്ക് ആ ശ്രീകോവിലിനും ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കൂടി ഒരിക്കലും പ്രദക്ഷിണം വയ്ക്കരുത്. മണ്ഡപം ചുറ്റി വേണം പ്രദക്ഷിണം വയ്ക്കാൻ. പ്രദക്ഷിണം പൂർത്തിയായി കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കാൻ സമയമുണ്ടെങ്കിൽ ഇരിക്കുക. മഹാക്ഷേത്രങ്ങളിൽ ഇരിക്കാൻ സാധിക്കില്ല, ഗുരുവായൂരൊന്നും ഇരിക്കാൻ പറ്റില്ല. ക്ഷേത്രം ഇരിക്കാൻ പറ്റുമെങ്കിൽ 1 മിനിറ്റ് ഇരുന്ന് അവിടെ ഇരുന്ന് നാമം ജപിക്കാം. ആ ഭഗവാന്റെ നാമം നമുക്ക് ഇരിക്കാൻ വാതിൽ മടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാം. വിഷ്ണു സഹസ്രനാമം കയ്യിലുണ്ടെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കാം. ശ്രീകൃഷ്ണ അമ്പലത്തിൽ ഏതൊരു നാമങ്ങളായാലും ഭക്തിയോടുകൂടി ജപിക്കുക. അതിനിടയ്ക്ക് ആരെ കണ്ടാലും കൂടുതൽ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാതിരിക്കാം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോൾ ഒരാളെപ്പറ്റിയും പഴി പറയാതിരിക്കുക. ആരും തന്നെ പെർഫെക്റ്റ് അല്ല. ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളുണ്ടാവും. ആരെങ്കിലും എന്തും ആയിക്കോട്ടെ, നമ്മളതൊന്നും ശ്രദ്ധിക്കാതിരിക്കാം. അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറി വീട്ടിലൊന്നിരുന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുമ്പോഴേക്കും നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും പോസിറ്റീവ് എനർജി ആയിരിക്കും. ക്ഷേത്രത്തിൽ പോയി അരയാലിന് പ്രദക്ഷിണം വയ്ക്കുക, ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുക, ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു വ്യായാമം കൂടിയാണ്. അപ്പോൾ അത് പോസിറ്റീവ് എനർജി കൂടാതെ ആരോഗ്യത്തിനും കൂടി നല്ലതാണ്. അപ്പോൾ ഓരോരോ ക്ഷേത്രങ്ങളും ഓരോ രീതികളാണ്. ഇപ്പം മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോയെങ്കിൽ പ്രദക്ഷിണം വയ്ക്കാൻ പാടില്ല, പകുതി ഓവ് വരെ പോകാവൂ. മഹാദേവൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ നേരെ നിന്ന് തൊഴരുത്, ചരിഞ്ഞ് നിന്ന് തൊഴാവും. അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റൻസ് അല്ല, ഭഗവാൻ എപ്പോഴും ചരിഞ്ഞ് നിന്ന് തൊഴാവും. മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ കൂവളമാല ലഭിക്കുമെങ്കിൽ അത് സമർപ്പിക്കുക. അത് എല്ലാ ക്ഷേത്രങ്ങളിലും നെയ്വിളക്ക് പ്രധാനമാണ്. നെയ്വിളക്ക് എന്ന് പറയുമ്പോൾ നെയ്യ് ഇങ്ങനെ കത്തി വരുമ്പോൾ അതിൻ്റെ ഊർജം വളരെ നല്ലതാണ്. ആ ഊർജം ഭഗവാനിലേക്ക് വരുമ്പോൾ ആ ഭഗവാൻ നമ്മളെ തീർച്ചയായിട്ടും നമ്മളിലേക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോയി നമ്മൾ കൂവളമാല സമർപ്പിച്ചു. നന്ദിയോട് തൊടാതെ, ടച്ച് ചെയ്യരുത്, നന്ദിയോട് തൊടാതെ നമ്മുടെ ആഗ്രഹങ്ങൾ പറയാം. അപ്പോൾ നന്ദി സാധിപ്പിച്ചു തരുന്നതാണ് പൂർവികന്മാർ പറയുന്നത്. അപ്പോൾ നന്ദിയോട് പറഞ്ഞു. പിൻവിളക്ക്, ശിവക്ഷേത്രത്തിലൊക്കെ പിൻവിളക്ക് എന്ന് പറഞ്ഞാൽ പാർവതീ ദേവിക്കുള്ള വിളക്കാണത്. പിൻവിളക്കൊന്ന് പിന്നിൽ കൊണ്ട് വിളക്ക് കത്തിക്കുകയല്ല ചെയ്യുന്നത്. ഭഗവാന്റെ പിറകിൽ ഒരു ഇതുണ്ടാവും, അതിനകത്ത് നെയ്യൊഴിച്ച് കത്തിക്കുക. എണ്ണ പാടില്ല, നെയ്യൊഴിച്ച് കത്തിക്കുക. അപ്പോൾ ആ പൂജാരിയോട് പറഞ്ഞ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ ആ പാർവതീ ദേവിയെ പ്രസാദിപ്പിച്ചിട്ട് വേണം മഹാദേവനെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ പാർവതീ ദേവിയെ മഹാദേവനെ പ്രാർത്ഥിച്ച ശേഷം പകുതി പ്രദക്ഷിണം വയ്ക്കണം, മുഴുവൻ പ്രദക്ഷിണം വയ്ക്കാൻ പാടില്ല. അത് ഓവുണ്ടാവും. എല്ലാ ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും നിർബന്ധമായിട്ടും ഓവ് ഉണ്ടാവും. ആ ഓവ് മുറിച്ച് കടക്കാൻ പാടില്ല, ഗംഗയുണ്ടെന്നാണ് സങ്കല്പം. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ച് തൊഴുത് നമഃശിവായ, ഓം നമഃശിവായ മഹാദേവനെ പ്രാർത്ഥിക്കുക, ഇരുന്ന് ജപിക്കുക. ഇതൊക്കെ ചെയ്ത ശേഷം നമ്മൾ പുറത്തു നിന്ന് സാധാരണമാതിരി തീർത്ഥമൊക്കെ സേവിക്കാവുന്നതാണ്. ദേവീക്ഷേത്രങ്ങളിലാണെങ്കിൽ മഹാദേവനെ പറഞ്ഞു 3 പ്രദക്ഷിണം, മുറിപ്രദക്ഷിണമാണ് പഠിക്കുന്നത്. ദേവീക്ഷേത്രങ്ങളിലാണെങ്കിൽ 4 പ്രദക്ഷിണമാണ് പറഞ്ഞിരിക്കുന്നത്. ദേവീക്ഷേത്രങ്ങളിൽ ചെന്ന് നമ്മൾ 4 1 വെച്ചാലും മതി. ദേവീക്ഷേത്രങ്ങളിലാണെങ്കിൽ നെയ്വിളക്ക്, പൂമാല, രക്തപുഷ്പാഞ്ജലി, ഇതൊക്കെ വളരെ പ്രാധാന്യമാണ്. ഭദ്രകാളിക്ക് എന്ന് പറഞ്ഞാൽ ഭദ്രം തരുന്ന കാളിയാണ് ഭദ്രകാളി. ആ ഭദ്രകാളി എന്ന് പറയുമ്പോൾ നമ്മുടെ അഹങ്കാരം, കഴുത്തിലിരിക്കുന്ന മാലകളും കയ്യിലിരിക്കുന്ന തലകളുടെ മാലയും കയ്യിൽ ചുറ്റും ആ കൈകൾ കെട്ടിക്കുന്നതും നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു. ഭക്തൻ്റെ അഹങ്കാരം കൊണ്ട് ഞാനും നീയും ഒന്നാണ്, തത്വമസി, ഭദ്രകാളിയും നമ്മളും ഒന്നാണെന്ന് സങ്കല്പിച്ച് നമ്മൾ പ്രദക്ഷിണം വെച്ച് നെയ്വിളക്ക് എല്ലാ ദേവന്മാർക്കും ഇഷ്ടപ്പെട്ട സംഭവമാണ്. നെയ്വിളക്ക് കത്തിച്ച് നമ്മൾക്ക് പിറന്നാളൊക്കെയാണ് വരുന്നതെങ്കിൽ അതിന് പ്രത്യേക വഴിപാടുകൾ കഴിക്കാം. ഇപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ പിറന്നാൾ ദിവസമാണ് പോകുന്നതെങ്കിൽ ആ ക്ഷേത്രത്തിലെ ദേവന് പായസം കഴിപ്പിക്കുക. പായസം, മധുരം, പായസ വഴിപാട് വളരെ നന്നായിരിക്കും. ശ്രീകൃഷ്ണനാണെങ്കിൽ പാൽപ്പായസം, മഹാദേവനാണെങ്കിൽ പാൽപ്പായസം, ഭദ്രകാളിക്കാണെങ്കിൽ കടുംപായസം അല്ലെങ്കിൽ നെയ്പ്പായസം, ഇതൊക്കെ കഴിച്ച് നമ്മൾ സ്വസ്ഥമായിട്ട് തൊഴുത് പോരുക. ഇപ്പോൾ മഹാക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. മഹാക്ഷേത്രങ്ങൾ ഗുരുവായൂരൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് 3 4 പ്രദക്ഷിണമൊന്നും വയ്ക്കാൻ പറ്റില്ല. ഒരു പ്രദക്ഷിണം തന്നെ കഷ്ടി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും പുറത്തേക്ക് പോകേണ്ടി വരും, നമുക്ക് ചുറ്റി വരാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ആചാരങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുക. എനിക്ക് നിർബന്ധമായിട്ട് 4 പ്രദക്ഷിണം വയ്ക്കണം, 2 പ്രദക്ഷിണം വയ്ക്കണം എന്ന് വെച്ചാൽ സാധ്യമല്ല. തിരക്കില്ലാത്ത ക്ഷേത്രങ്ങളാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പ്രദക്ഷിണമൊക്കെ വയ്ക്കാവുന്നതാണ്. പിന്നെ ചോറ്റാനിക്കര അമ്പലം, ഭദ്രകാളി, ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂരൊക്കെ ഭദ്രകാളിയുടെ ക്ഷേത്രങ്ങളാണ്. അവിടെയൊക്കെ സ്വയംഭൂവാണ്. അവിടെ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുമ്പോൾ ഇതേപോലെ തന്നെ ദേവിക്ക് നെയ്വിളക്ക് കത്തിക്കുക. നെയ്വിളക്ക് എല്ലാ ദേവന്മാർക്കും നെയ്വിളക്ക്, നാണയം, അത് വെറും കൈയോടെ ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല. ചോറ്റാനിക്കര ക്ഷേത്രങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി 4 പ്രദക്ഷിണമൊന്നും വയ്ക്കാൻ പറ്റില്ല, പകുതി മറ്റേ പ്രദക്ഷിണം വയ്ക്കാം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് സംതൃപ്തിയാവുകയും ഭഗവതിയെ പ്രാർത്ഥിക്കുകയും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ അമ്പലത്തിൽ പ്രവേശിക്കും മുതൽ
ആ ദേവതയുടെ രൂപം മനസ്സിൽ കാണുകയും ആ ദേവതയെ നമ്മൾ പ്രാർത്ഥിക്കുകയും ഞാനും നീയും ഒന്നാണ്, ദേവിയും ഞാനും ഒന്നാണെന്ന് മനസ്സ് സങ്കല്പിച്ച് വേണം പോയി തൊഴാനായിട്ട്. നെയ്വിളക്ക് എല്ലാ ദേവന്മാർക്കും ഒരുപോലെ പ്രാധാന്യമാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് ദേവീക്ഷേത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത്. തിങ്കൾ ശനി ദിവസങ്ങളാണ് ശിവക്ഷേത്രത്തിൽ പ്രാധാന്യമുള്ളത്. വ്യാഴാഴ്ച ബുധനാഴ്ച ദിവസങ്ങളാണ് ശ്രീകൃഷ്ണ ഭഗവാന് പ്രാധാന്യമുള്ളത്. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാന് അവൽ സമർപ്പിച്ചാൽ ധനമുണ്ടാവും. അതേപോലെ നാഗദേവതയ്ക്ക് നെയ്വിളക്ക് എത്തിച്ചാലും നമുക്ക് വ്യാപാരികൾ വ്യവസായികളൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ധനവർദ്ധന ഉണ്ടാവും, കച്ചവടം ഉണ്ടാവും, അതൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെ നമ്മൾ ഈ ദേവന്മാരെ പ്രാർത്ഥിച്ച് തൊഴുത് കഴിയുമ്പോൾ നമുക്ക് ഒരു മനസ്സിന് സന്തോഷമാവും. വർഷത്തിലൊരിക്കെങ്കിലും മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. മാസത്തിലൊരിക്കൽ ആണ് നല്ലത്, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കെങ്കിലും തിരുപ്പതി, മൂകാംബിക അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തിയാൽ വളരെ നല്ലതാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഒരു ദിവസം 3 നേരത്തെ പൂജ തൊഴണം. ചോറ്റാനിക്കര അങ്ങനെ തന്നെയാണ്, ഗുരുവായൂരും അങ്ങനെ, പക്ഷേ നമുക്ക് സാധിക്കും നിൽക്കുക. പക്ഷെ മൂകാംബിക ദേവിക്ക് 3 നേരത്തെ പൂജ കഴിഞ്ഞാൽ മാത്രമേ അതിന് കൂടുതൽ നമുക്ക് അനുഗ്രഹമുള്ളൂ. അവിടെ ഒരു വീരഭദ്രനെ തൊഴുത് തേങ്ങയെ കുടച്ച ശേഷം വേണം നമ്മളകത്ത് കയറാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ എപ്പോഴും പരിശുദ്ധമായിട്ട് വരണം. പോകുമ്പോഴും വരുമ്പോഴും ആരെപ്പറ്റിയും കുറ്റം പറയുകയോ ഒന്നും ചെയ്യരുത്. ഒരു ക്ഷേത്രത്തിൽ പോയി നമ്മൾ അപേക്ഷ വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങൾ ഭഗവാൻ അറിയാം. നമ്മൾ ആത്മാർത്ഥമായി തൊഴുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ ദേവൻ്റെ നാമം നമ്മൾ ചൊല്ലുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഉറക്കച്ചൊല്ലി മറ്റുള്ളവർക്ക് ഡിസ്റ്റർബില്ലാതെ മനസ്സിൽ ചൊല്ലുക, മനസ്സിൽ ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, ആ വ്യക്തിക്ക് ഐശ്വര്യം ഉണ്ടാവും, ആ വ്യക്തിക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാവും. ഇത് സാധാരണ പഴയ കാലം മുതൽ ഉള്ള കാര്യങ്ങളാണ്. ക്ഷേത്ര ദർശനം നടത്തി ആലയാലിൻ്റെ പ്രദക്ഷിണമൊക്കെ വെച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് ഉണ്ടാവുന്നതാണ്. ക്ഷേത്ര ദർശനത്തിൻ്റെ മഹാത്മ്യം ഇതൊക്കെയാണ്. പിന്നെ കൊല്ലത്തിലേക്ക് ശബരിമലയിൽ പോകുന്നവരുണ്ട്. ശബരിമലയിൽ പോകുമ്പോൾ ചിട്ടകളോടുകൂടി ശബരിമല ദർശനം നടത്തുമ്പോൾ ചിട്ട വേണം. എല്ലാ ക്ഷേത്രത്തിൽ ചിട്ടയുണ്ടെങ്കിലും ശബരിമലയ്ക്ക് പ്രത്യേകമായിട്ട് വ്രതം കൊടുക്കുകയും, അതായത് ഒരു വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ പോകുന്നത്. ദേവീക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പട്ടുസാരിയെ കൊടുത്ത് പോകുന്നത് നല്ലതാണ്, പട്ടുവസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. കൃഷ്ണനും അങ്ങനെ തന്നെയാണ്. മഹാദേവൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ സിമ്പിൾ ഡ്രസ്സുകളായിരിക്കും നല്ലത്. അപ്പം അതൊന്നും ആരും നോക്കാറില്ല. എങ്കിലും അങ്ങനെയൊക്കെ ചെയ്താൽ അതിൻ്റേതായ പൂർണ്ണ പുണ്യം, പൂർണ്ണ ഫലം നമുക്ക് ഉണ്ടാവുന്നതാണ്. ക്ഷേത്രങ്ങളുടെ ചരിത്രം അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ വളരെ നന്നായിരിക്കും. വൈക്കത്തമ്പലത്തിൽ പോകുമ്പോൾ വൈക്കത്തമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ കൂവളവും എരിക്കും കൂടി ചേർത്തൊരു മാല ചാർത്തിന് വളരെ നല്ലതാണ്. ഏറ്റുമാനൂർ ചെല്ലുമ്പോൾ വലിയ വിളക്കിൽ എണ്ണ എന്ന് പറയും, അത് ശത്രുദോഷത്തിന് വളരെ നല്ലതാണ്. പിന്നെ കാര്യസാധ്യത്തിനും ബുദ്ധിമുട്ടുകൾക്ക് മാറാനായിട്ട് വെള്ള നിവേദ്യം നല്ലതാണ്. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ മാഹാത്മ്യങ്ങളുണ്ട്. ആ മാഹാത്മ്യം അനുസരിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാനും തൊഴാനായിട്ട്. ഇപ്പോൾ കണ്ണൂർ രാജരാജേശ്വരി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ സ്ത്രീകൾ വൈകുന്നേരം പോവാറ്. അവിടെ വെള്ളിപ്പാത്ര നെയ്യ്, സ്വർണ്ണപ്പാത്ര നെയ്യ് എന്നൊക്കെ അങ്ങനെ ഓരോരുത്തരും ഓരോ ക്ഷേത്രങ്ങളെ പറ്റിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അത് മനസ്സിലാക്കി പോയി തൊഴുതാൽ നല്ലത്. മനസ്സിലാക്കിയില്ലെങ്കിലും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. പിന്നെ പുഷ്പങ്ങൾ അമ്പലത്തിൽ കിട്ടുമ്പോൾ തലയിൽ വെച്ചാൽ താഴെ വീഴുന്നണി വയ്ക്കരുത്. താഴെ വീഴുന്ന വെച്ചതാണ് പണ്ട് ദേവേന്ദ്രന് വന്ന പണി നമുക്ക് വരും. ദുർവാസാവിന് ഒരാൾ നല്ല പൂമാല കൊടുത്തു. ദുർവാസാവ് കൊണ്ട് എന്തു ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ കുടിച്ച് സുന്ദരനായിട്ട് തയ്ക്കാതെ വെച്ച് ആനയുടെ പുറത്ത് വെച്ചു. ആനയുടെ പുറത്ത് ഇത് വെച്ചപ്പോൾ ആനയ്ക്ക് ഇറിറ്റേഷനായി ഈച്ചകൾ വന്ന് ചെല്ലുന്നു. അത് താഴെ വീണ് ചവിട്ടിക്കൂട്ടി. ഇത് ദുർവാസാവ് കാണുകയും ദുർവാസാവ് ശപിക്കും. അങ്ങനെ എല്ലാ ദേവന്മാരും ജരാനരകൾ വന്ന് പോട്ടെ എന്ന് പറയും. അങ്ങനെ ഈ ജരാനരകൾ മാറ്റാനാണ് പാലാഴി മഥനം ചെയ്തത്. പാലാഴി മഥനത്തിന് അസുരന്മാരും ദേവന്മാരും കൂടി ചേർന്ന് വാസുകിയെ, നമ്മൾ സാധാരണ കടയുമ്പോൾ തൈരൊക്കെ കടയുമ്പോൾ ചെല്ലുന്നത് വാസുകിയാണ് ആ കടകോലായിട്ടത്ത് അങ്ങനെ കടന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും മത്സരിച്ച് അസുരന്മാർക്കുടെ ശക്തി ദേവന്മാരുടെ ശക്തി കൊണ്ട് തുല്യമായ ശക്തി കൊണ്ടാണ് പാലാഴി മഥനം ചെയ്തത്. ആ പാലാഴി മഥനത്തിൽ നിന്ന് വന്നതാണ് കല്ലുപ്പ്. അതുകൊണ്ട് കല്ലുപ്പിന് ദൈവീകമായി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ജ്യേഷ്ഠ ഭഗവതി വന്നു. അത് നെഗറ്റീവ്, അതായത് വൃത്തി ശുദ്ധികളില്ലാത്ത സ്ഥലത്താണ് ജ്യേഷ്ഠ ഇരിക്കുക. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ വൃത്തി ശുദ്ധികളുള്ളൂ. മഹാലക്ഷ്മി അസ്ഥിരയാണ്. അപ്പോൾ മഹാലക്ഷ്മി പിടിച്ചു നിർത്താൻ വേണ്ടി വീടെപ്പോഴും ഐശ്വര്യ വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം സാധാരണ നമ്മൾ തൊട്ട ശേഷം ചിലർ വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോകണതിന് കുഴപ്പമില്ല. പക്ഷേ അത് തുളസിത്തറയിൽ വയ്ക്കുമോ പൂജാമുറിയിൽ വയ്ക്കാം. പൂജാമുറി എന്ന് പറയുമ്പോൾ നമ്മൾ പൂജയ്ക്ക് തയ്യാറാക്കി ഒരു
ദൈവങ്ങൾ ഫോട്ടോമാരൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ വെച്ച് ഒരു അമ്പലം പോലെയാണല്ലോ പൂജാമുറി. അപ്പോൾ അവിടെ വേറൊരു ക്ഷേത്രത്തിലെ നിർമ്മാല്യം കൊണ്ടുവയ്ക്കുന്നത് അത്ര ശരിയല്ല എന്നാണ് എൻ്റെ പൂർവികർ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ തുളസി തറയിൽ വയ്ക്കാം. അതില്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ ഇത് പുഷ്പങ്ങളിടുന്ന സ്ഥലങ്ങളുണ്ട്, തൊട്ട ശേഷം അവിടെ ഇടാം. അങ്ങനെ ഒരിക്കലും നമ്മൾ ബഹുമാനമില്ലാതെ ചവിട്ടിക്കൂട്ടിയൊന്നും കളയാൻ പാടില്ല. പ്രസാദം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രസാദം ആണ് ഉള്ളത്. ആ പ്രസാദത്തിന് വളരെ ഭംഗിയോടും വളരെ ഐശ്വര്യത്തോടും നമ്മൾ ശ്രദ്ധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും. കുട്ടികളിൽ പഠിക്കാനും അല്ലെങ്കിൽ ഗർഭിണികൾക്കൊക്കെ കൊടുക്കാണ്ട് നെയ്യ് ജപിച്ചൊക്കെ തരും. അത് ആ വ്യക്തി തന്നെ കഴിക്കണം. പായസം കോമൺ ആയിട്ടാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാം, അവിടെയുള്ള എല്ലാവർക്കും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രം നെയ്യ് ജപിച്ചു കൊടുക്കുക, ഗർഭിണികൾക്ക് നെയ്യ്, അത് ആ വ്യക്തികൾ തന്നെ കഴിക്കണം. അത് കളയാൻ പാടില്ല. അതൊക്കെ കളഞ്ഞാൽ ദോഷമാണത്. കാരണം അതുപോലെ ജപിച്ചായിരിക്കും നമുക്ക് തരുന്നത്. ഇപ്പോൾ ഒരാഴ്ച ജപിച്ച് നെയ്യ് കൊടുക്കുക, ഞാൻ ജപിച്ചു കൊടുക്കാറുണ്ട്, ഗർഭരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട്. അത് അവർ തന്നെ കഴിക്കുക. കുറച്ച് കൊടുക്കുള്ളൂ, കാരണം നെയ്യ് എല്ലാവർക്കും അധികം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, നെയ്യിൻ്റെ ടേസ്റ്റൊന്നും. അപ്പോൾ ഈ നോൺ കഴിക്കുന്നവർക്കൊന്നും നെയ്യിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു ഇത് കൊടുക്കുള്ളൂ, ക്വാണ്ടിറ്റി കൊടുക്കുള്ളൂ. അപ്പോൾ ക്ഷേത്രത്തിന് അങ്ങനെ ഒരുപാടൊന്നും തരില്ല, കുറച്ചേ തരുള്ളൂ. പായസം, പാൽപ്പായസം, ഇപ്പോൾ ഗുരുവായൂർ പോയി പാൽപ്പായസം കിട്ടി, നമുക്ക് ആൾക്കാർക്ക് ഷെയർ ചെയ്യാം. നമ്മൾ തന്നെ കഴിക്കണമെന്നില്ല, പ്രസാദം എല്ലാവർക്കും കൊടുക്കാം. കാരണം നമ്മുടെ പേരിലൊന്നുമല്ല നടത്തുന്നത്, മൊത്തത്തിൽ നടത്തുന്നു, അതിൽ നിന്ന് നമ്മുടെ പേര് കുറച്ച് തരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ചോറ്റാനിക്ക് നെയ്പായസം കിട്ടുന്നു, ഇതൊന്നും നമ്മുടെ പേരിലായിരിക്കില്ല. സാധാ ചെറിയ ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മുടെ പേരും നാളും വെച്ചാണ് അവർ കഴിക്കുന്നത്. അത് നമ്മൾ വീട്ടിൽ കൊണ്ട് എല്ലാവരും കഴിക്കാം, ഭക്ഷണം പ്രസാദമായിട്ട് കഴിക്കാം. മത്സ്യമാംസങ്ങൾ കഴിച്ചിട്ട് പ്രസാദം ഒരിക്കലും കഴിക്കരുത്. അതിനു മുമ്പാണ് നമ്മൾ പ്രസാദം കഴിക്കണം. പ്രസാദം ഒരുപാടൊന്നും കഴിക്കരുത്. പ്രസാദം എന്ന് പറയുന്നത് ഒരു നുള്ളായാലും കഴിച്ചാൽ മതി. അപ്പം അങ്ങനെ ആ പ്രസാദമൊക്കെ കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോണൊക്കെ കഴിച്ചിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ്, അതിൻ്റെ ഫലം വിപരീതപരമായിട്ടുണ്ടാവുക. അത് ശ്രദ്ധിച്ച് വേണം പ്രസാദം കഴിക്കാനായിട്ട്. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്ഷേത്ര ദർശനം പൂർത്തിയായി. ക്ഷേത്രത്തിൽ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പിന്നീട് നമുക്ക് ആ ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം ഒരിക്കലും നമ്മൾ വേറെ സ്ഥലത്ത് വേറെ വീടുകളിൽ പോകരുത്. ഇപ്പോൾ അത് ഗുരുവായൂർ പോയിട്ട് വരുന്ന വഴിയാണ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അങ്ങനെ പോകാൻ പാടില്ല. ആ ഗുണം നമ്മളിലേക്ക് വരില്ല. അപ്പോൾ നമ്മളൊരു ക്ഷേത്രം കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിൽ വരണം. അതാണ് അതിൻ്റെ ഒരു ചടങ്ങ്. അങ്ങനെയൊക്കെ ചെയ്താൽ വളരെയധികം ഐശ്വര്യമുണ്ടാവും, സമ്പത്തുണ്ടാവും, സർവ്വ ഐശ്വര്യം ഉണ്ടാവും. എല്ലാവർക്കും ഐശ്വര്യവും സമ്പത്തും ഭഗവാൻ വാരിക്കോരി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.